സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? 0 വേണോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നമ്മൾ ഉന്നയിച്ചത് 0 ആയിരിക്കണമെന്ന്. അന്ന് ഇത് ഇത്രയും പ്രശ്നങ്ങളായിട്ടില്ല. പക്ഷേ 0 ആയിരിക്കണം എന്നാണ് നമ്മൾ കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഗവൺമെൻറ് അവന് ബുദ്ധി ഉണ്ടായിട്ടാണോ അല്ലയോ എന്നറിയത്തില്ല. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ വന അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ഭാഗം അത് ബഫർ സോൺ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈ വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കുമളി പട്ടണം കാണുമോ? ഈ കുമളി പട്ടണത്തിൽ പിന്നെ വല്ലതും പണിയാൻ പറ്റുമോ? ഇവിടെ വല്ലതും നടക്കുമോ? പിന്നെ ഇത് വനത്തുമായി ബന്ധപ്പെട്ട ബഫർ സോണാണ് എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിക്ക് എഴുതി കൊടുത്തതാണ്. പിണറായി വിജയനും ഇവിടെയുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും ബോധമുണ്ടായിട്ടാണോ ഇത് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഒന്നാമത് പിണറായി വിജയൻ്റെ ഒന്ന് അടുത്ത് പോയി വർത്തമാനം പറയാൻ ഇവന്മാരെ കൊണ്ടൊന്നും പറ്റില്ല. അയാൾ ഒരു മനുഷ്യനോട് മിണ്ടത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നും ഒരു നിവേദനം അദ്ദേഹം കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നിങ്ങൾ പത്രത്തിലോ ചാനലിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നൊരു നിവേദനം സ്വീകരിച്ച് എന്ത് പറ്റി, എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഈ കാലത്തിനിടയിൽ, ഈ 8-9 കൊല്ലത്തിനിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തലപോയ അയാൾ ഒരു മനുഷ്യനെ ഇപ്പം അയാൾ ഈ സ്റ്റേജിലായിരിക്കുന്ന ഈ സ്റ്റേജ് കയറ്റത്ത് പോലും ഇല്ല. ഒരു പാവപ്പെട്ടവൻ ഈ സ്റ്റേജിൽ കയറാൻ പറ്റില്ല. ഞാനിത് വെറുതെ പറയാം. നിങ്ങളൊരു പടമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സഖാക്കൾ കൊണ്ടുപോവാ, ഞാനൊരു സ്വർണ്ണമോതിരം ഇട്ട് തരാം. അയാൾ ഒരു നിവേദനം ഇട്ട് വയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങേരുടെ അടുത്ത് ഇവിടെ ഒരു MLA-യും പോവുകയല്ല, ഒരു മന്ത്രിയും പോകത്തില്ല. അയാളുടെ അടുത്ത് ഇതാരും പറയത്തുമില്ല. അങ്ങേരുടെ അടുത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുറേ IAS-കാരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മിക്കവാറും ഒക്കെ വെള്ളിക്കരണ്ടി വായിൽ വെച്ച് ജനിച്ചവന്മാരാണ് ഇവരൊക്കെ തന്നെ. ഇവനൊന്നും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നമോ കർഷകൻ്റെ പ്രശ്നമോ ബഫർ സ്റ്റോറിൻ്റെ പ്രശ്നമോ ഇതൊന്നും അതിനെക്കുറിച്ച് എന്താണ് പ്രായോഗികമായി ഉണ്ടാകുന്നതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവർ ചെന്നിട്ട് പറയും, മുഖ്യമന്ത്രി അതേ വനത്തിന് അവിടെ നമുക്ക് 1 കിലോമീറ്റർ ബഫർ സോണാക്കിയിടാം. അവിടെ നമുക്ക് വേറെ കൃഷിയും പണിയും മറ്റു കാര്യങ്ങളും കെട്ടിടം പണിയും ഒന്നും വേണ്ട. എടാ, ഇത് വനത്തെ അതിർത്തിയിലെ 0 എന്ന് പറഞ്ഞാൽ വന അതിർത്തി. അവിടെ തുടങ്ങുന്നു കർഷകന്റെ ഭൂമിയും കർഷകന്റെ കാർഷിക വൃത്തിയും അവൻ്റെ ജീവിതവും അവിടെ ആരംഭിക്കുകയാണ്. അവിടെ 0 എന്ന് പറഞ്ഞാൽ വനാതിർത്തിയിൽ വെച്ചവനെ തടയുക. ബാക്കി ഇങ്ങോട്ടുള്ളത് മുഴുവൻ കർഷകന് അവകാശപ്പെട്ടതാണ്. ഞാനിത് പറയുന്നത് വെറുതെയല്ല. ഇത് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് എഴുതി കൊടുത്തു 1 കിലോമീറ്ററിന്. ഈ കുമളി ഉൾപ്പെടെ ഈ പ്രദേശത്ത് സംഭവിക്കുക. അതിൻ്റെ ഒരു മറുഭാഗം കൂടി ഞാൻ പറയാം. തമിഴ്നാട് ഗവൺമെന്റ് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഇവിടെ ആ ബോർഡ് എഴുതി വെച്ച സഖാക്കന്മാരൊന്ന് പോയി ചോദിച്ചു നോക്ക്. തമിഴ്നാട് ഗവൺമെന്റ് അവരെഴുതി കൊടുത്തു 0 വേണം ബഫർ സോൺ. സുപ്രീം കോടതി അനുവദിച്ചു. ഈ കുമളി തൊട്ടപ്പുറത്ത് തമിഴ്നാടല്ലേ, അവിടെ വനാതിർത്തിയിൽ തൊട്ട് 0 1 കിലോമീറ്റർ ഒന്നും വിടണ്ട. ഇവിടെ നമുക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ തമിഴ്നാട്ടിൽ അവളില്ല. ഇതാ നമ്മുടെ കുമളിയാണ് ഏറ്റവും നല്ല ഉദാഹരണം. കാരണം ഒരു ഭാഗത്ത് തമിഴ്നാട്, ഒരു ഭാഗത്ത് കേരളം. ഇത്ര കൃത്യമായി നിൽക്കുക. അപ്പൊ ഈ ബോർഡ് എഴുതി വെച്ച സഖാവ് ഒന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ ഗവൺമെന്റിന്റെ വിവരക്കേട് അറിഞ്ഞിട്ടാണോ അറിയാത്തതാണോ? ഈ ജില്ലയിൽ നിന്നാണെങ്കിൽ നേരത്തെ വടികട്ടിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മണി. ലോകത്തുള്ള എല്ലാവരും ചീത്ത വിളിക്കാൻ പറ്റും. പിണറായി വിജയന്റെ അടുത്ത് പോയി ചീത്ത വിളിക്കത്തില്ല, അവിടെ പോയി മുട്ടടിക്കും. എന്നപ്പോ ഏക്കെന്ന് പറയണ്ട, ഈ നാടൻ ഭാഷയെ നാടൻ ശീലുള്ളവനാണല്ലോ, ഇയാൾക്ക് പോയെന്ന് പറയാൻ മേലാഞ്ഞോ? ഈ കുമളി ഉൾപ്പെടെ ഈ നഗരങ്ങൾ മുഴുവൻ പെട്ടുപോകും, അതുകൊണ്ട് ഈ 1 കിലോമീറ്റർ പറ്റത്തില്ല എന്നൊന്നേ ഒന്ന് പറയാതിരുന്നത്. അതുപോലെ തന്നെ വേറൊരു മന്ത്രി ഉണ്ടല്ലോ ഇവിടുന്ന്, കർഷകന്റെ മന്ത്രിയാന്ന് പറഞ്ഞിരിക്കുന്ന കേരള കോൺഗ്രസ്സുകാരൻ മന്ത്രി, പാണി ഗ്രൂപ്പ് മന്ത്രി. എന്ത് അങ്ങേർക്ക് പറയാൻ മേലാഞ്ഞോ? ക്യാബിനറ്റിൽ ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ പറയണ്ടേ ഇത് ശരിയാകില്ല, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ജില്ലയിലെ പല പ്രശ്നങ്ങളും ഉണ്ട്, പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞില്ല. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ വേറൊരു പദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് 64 നിയമം. 64 CHRലെ നിയമമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് നിയമം. ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് തലതിരിഞ്ഞ് എവനോ കൊണ്ടുപോയി ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി എടുത്തു നോക്കിയാൽ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമം വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഇവിടെ
കൃഷിയും അതുപോലെ തന്നെ ഭവനവും ഇത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി പറഞ്ഞു. ഇതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, സംസ്ഥാന ഗവൺമെന്റ് പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് കോടതി പറഞ്ഞത്. അല്ലാണ്ട് കോടതി വലിയ മഹാപരാധം ചെയ്തതല്ല. ഈ ഗവൺമെന്റിനോടാ പറഞ്ഞു പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. ഈ ഗവൺമെന്റ് എന്നാ കാണിച്ചു? ഈ ഗവൺമെന്റ് പറഞ്ഞു നിലനിൽക്കുന്നതെല്ലാം സ്ഥിരപ്പെടുത്തുക, നിലനിൽക്കുന്നതെല്ലാം പുതിയതായി. അപ്പം പുതിയതിൻ്റെ കാര്യമോ? ഇനി ഈ ഭൂമിയിൽ CHR പുതിയ കെട്ടിടം പണിയണം, പുതിയ വ്യാപാര സ്ഥാപനം തുടങ്ങണം, പുതിയ സ്കൂളുകൾ ഉണ്ടാക്കണം, പുതിയ പല കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വീണ്ടും പ്രശ്നമാക്കിയിരിക്കുക. നിലനിൽക്കുന്നതൊക്കെ അവരൊക്കെ അതൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. നിലനിൽക്കുന്ന ഒന്നും പൊളിക്കണ്ട. അത് പിന്നെ ഇവനെല്ലാം ഇവൻ്റെ ദൈവം തമ്പുരാൻ വന്നാലും അതൊന്നും പൊളിക്കത്തില്ല. ഇപ്പം ഈ കട്ടപ്പനയൊക്കെ CHR പെട്ടതാ. കട്ടപ്പന നഗരത്തിൽ കാണുന്ന മുഴുവൻ കെട്ടിടം അങ്ങ് പൊളിക്കാൻ വന്നാൽ വല്ലവരും സംഭവിക്കുമോ? നടക്കുമോ? ആരെ കൊണ്ട്? പട്ടാളം വന്നിറങ്ങിയാൽ നടക്കുമോ? അതൊന്നും നടക്കില്ലാത്ത കാര്യം തന്നെയാ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സൗജന്യം എന്നാന്ന് ചോദിച്ചാൽ അത് പിന്നെ ഇപ്പോൾ റെഗുലറൈസ് ചെയ്തിരിക്കുന്നു. നിലവിലുള്ളതിനൊന്നും ഇനി കുഴപ്പമില്ല. അപ്പൊ ഭാവിയിലുള്ളത് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചൊരു ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ബോർഡ് എഴുതി വെച്ച സഖാവേ, നിന്റെ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഇതുപോലെ എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഈ ജാഥ തുടങ്ങുന്നത് 2-3 കാര്യത്തിനാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം പുതിയതായി വന്നിരിക്കുന്ന വനം ഭേദഗതി നിയമം. ആ നിയമം എന്ന് പറയുന്നത് കരി നിയമമാണ്. ആ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വനത്തിനകത്തൂടെ നമ്മുടെ തലവട്ടം കണ്ടാൽ മതി, ഏതെങ്കിലും ഫോറസ്റ്റർ കണ്ടാൽ നമ്മളെ അകത്തോട് കൊണ്ട് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിലോട്ട് അടയ്ക്കാം. അതിന് പ്രത്യേക നോട്ടീസ് പോലും നമുക്ക് തരണ്ട. അപ്പോൾ ആ ആദിവാസികളൊക്കെ അവിടെ ജീവിക്കുന്ന പലരും അവരുടെയൊക്കെ മനുഷ്യൻ്റെ തലവട്ടം കണ്ട ഏത് ഫോറസ്റ്റർക്കും അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാം. അതിനൊന്നും പിന്നെ നോട്ടീസ് പോലും തരണ്ട, നമ്മളെ അറസ്റ്റ് ചെയ്തതിനെ അകത്തോട്ട് വിടും. പറ്റില്ലെന്ന് പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം, നടക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ അതിശക്തമായ നിലപാടെടുത്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വെച്ചിരുന്ന ബില്ല് നമ്മുടെ ജാഥ 25-ാം തീയതി തുടങ്ങുമെന്നറിഞ്ഞപ്പോൾ 24-ാം തീയതി വൈകിട്ട് അത് അവതരിപ്പിക്കുന്നില്ല, മാറ്റിവെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനി നടക്കില്ല എന്ന് പരസ്യമായി പറയേണ്ടി വന്നു. ഈ ജാഥയുടെ ഏറ്റവും വലിയ വിജയമാത്. അതിനെക്കുറിച്ച് പിന്നീട് വനം മന്ത്രി പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വനം മന്ത്രി പറഞ്ഞു, ഇത് എനിക്കറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പുള്ളിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു പിടിയില്ല. ഇതിനകത്ത് നിങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ഇത് നടക്കില്ല എന്ന് തോന്നിയപ്പം KM മാണി തലേദിവസം പിണറായി വിജയൻ തലേദിവസം കേരള കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇനി എഴുതിക്കോ, അത് പറ്റില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പിറ്റേ ദിവസം അത് പറ്റില്ല, വനനിയമം പറ്റില്ല എന്നിങ്ങനെ ജോസ് കെ മാണി ഒരു സ്റ്റേറ്റ്മെന്റ് തലേ ദിവസം. അന്ന് വരെ വാ വിളിച്ചിട്ടില്ല. കാരണം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നട്ടല്ലില്ല. അത് ഞാൻ കണ്ടിട്ടുള്ളതാ. പാലായി വന്ന് റബ്ബറിന്റെ കാര്യത്തെക്കുറിച്ച് പിന്നെ പിണറായി മന്ത്രിമാരുടെയും ഒരു ജാഥ ഉണ്ടായിരുന്നല്ലോ, എല്ലാ സ്ഥലത്തുകൂടെ ഇതിലേം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് റബ്ബറിന്റെ ഒരു കാര്യം അന്നത്തെ MP ആയ ചാഴികാടൻ പറഞ്ഞു, റബ്ബറിന് തീരെ വിലയില്ല, ഞങ്ങളുടെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, എടോ ഈ സ്വാഗതം പറഞ്ഞവന് ഇത് എന്തിനായി ജാഥ എന്ന് പോലും മനസ്സിലായില്ല. എടോ ഇത് റബ്ബറിന്റെ കാര്യത്തിലൊന്നും അല്ലടോ, എനിക്ക് കുറെ കാര്യം പറയാൻ വേണ്ടി വന്നതായി ജാഥ എന്ന് പറഞ്ഞ് അവമാനിച്ചു. പിന്നെ ചാഴികാടൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് കോട്ടയത്ത് പാർലമെന്റ് ഇലക്ഷനിൽ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ വനം മന്ത്രി പറയാ, ഇയാൾ ഇരിപ്പില്ല, ഇയാളുടെ മന്ത്രി ഒരാൾ മന്ത്രിസഭയിൽ ഇരിപ്പില്ലായിരുന്നോ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇത് വായിച്ചതല്ലേ. അപ്പൊ എന്തുകൊണ്ട് ഇത് മിണ്ടിയില്ല? ഇവരൊക്കെ എവിടെ ആയിരുന്നു എന്ന് വനം മന്ത്രി കാര്യം വാ വിളിച്ച് വർത്താനം പറയാത്ത ആളാണെങ്കിലും ശശീന്ദ്രൻ അങ്ങനെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അപ്പം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ വിവരക്കേട് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പ്രതിപക്ഷ ജാഥ കടന്നു പോകുമ്പം ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. 8-9 വർഷമായിട്ട് നിങ്ങളാ ഭരിക്കുന്നത്, നിങ്ങളാണ് നിയമം ഉണ്ടാക്കേണ്ട ആളുകൾ. ആ നിയമം 9 വർഷമായി ഉണ്ടാക്കാതെ ഈ നാട്ടിലെ കർഷകനെ ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങളിപ്പോൾ വർത്തമാനം പറയുക. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക. കർഷകൻ പിടിപെട്ട് നിൽക്കുകയാ. കേരളത്തിലെ കർഷകൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, കൃഷിഭൂമി പോലും ആർക്കും വേണ്ടാതെ,
മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നു. ഇനിയും വീണ്ടും ഇതിൻ്റെ മേൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് എങ്കിൽ നിങ്ങൾ ആരുടെയും കയ്യിൽ നിൽക്കില്ല.